നമസ്കാരം. വയനാടും ചേലക്കരയും വിധിയെഴുതിയ ദിവസം EP ജയരാജൻ CPMന് കൊടുത്തത് മുട്ടൻ പണിയാണ്. ആ ക്ഷീണം ഇപ്പോഴും CPMനെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നടന്നത് ഗൂഢാലോചനയാണെന്നാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. പക്ഷേ EPയുടെ വാദം എത്രത്തോളം CPM മുഖവിലക്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രമാണോ EPക്ക് CPMൻ്റെ സംരക്ഷണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. സ്വാഗതം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ, LDF നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, മാധ്യമപ്രവർത്തകൻ ശ്രീ P. ശ്രീകുമാർ എന്നിവർ ചേരുന്നു. 3 പേർക്കും സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. EP വരുത്തിവെച്ച വിന എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചർച്ച വരുന്നത്. പ്രത്യേകിച്ചും കട്ടൻ ചായയും പരിപ്പോടെയും എന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥ, അത് EPയുടെ ആത്മകഥയല്ലെന്നായിരിക്കും താങ്കളടക്കമുള്ള ഇടതുപക്ഷത്തെ നേതാക്കൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ വിവാദമായി മാറി. 2 തെരഞ്ഞെടുപ്പുകളിൽ അത് കാര്യമായി ബാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവേ ഉള്ളത്. ഇപ്പോൾ ഈ ഗൂഢാലോചനയാണ് എന്ന് EP പറയുമ്പോൾ അത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് CPM നേതൃത്വം ഇപ്പോഴും വ്യക്തമാക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകില്ലേ ഒരു കടുത്ത നിലപാടിലേക്ക് CPM നേതൃത്വം പോകാത്തത്? പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിന് ഈ പറഞ്ഞ വാക്കുകളൊന്നും അത്രത്തോളം മുഖവിലത്തേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാവുന്ന കാര്യമല്ലേ? നോക്കൂ ജോയി, ഇവിടെ എന്ന് വെച്ചാൽ EPയുടെ ആത്മകഥ, അദ്ദേഹമാണല്ലോ അതിൻ്റെ ഓദർ. ഒരു ഓദർ പറയുകയാണ്, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത കാര്യമാണ് ഇത് വന്നിട്ട് DC ബുക്സിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതുവരെയ്ക്കും എഴുതി തീരാത്ത ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കും. അത് ആരോ DC ബുക്സാണോ അതോ വേറെ ആരെങ്കിലും ആണോ അതിൻ്റെ അത്യാന്തരികമായി ഇത് കൊണ്ടുവരേണ്ടത് CPMൻ്റെയും ആദറിൻ്റെയും ഒരു ഇതാണ്. അദ്ദേഹം അപ്പോഴേ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് DC ബുക്കിന്. അതുപോലെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DGPക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗൂഢാലോചന നോക്കൂ, അതാണ് ഞാൻ പറയുന്നത്. വയനാടും അതുപോലെ ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസം തന്നെ ഒരു ഇത് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അത് ആര് ചെയ്താലും അതൊരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടത് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് EPയുടെയും ഒരു കാര്യമാണ്. അത് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് സെക്രട്ടേറിയറ്റിൽ എന്താണ് വന്നിട്ടുള്ളത്? സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ആദർ പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു ഇതില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എന്തും പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇത്. അപ്പോൾ EPയുടെ വാക്കുകളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും? മുൻകാല ചരിത്രങ്ങൾ പലതുണ്ട്, പല സംഭവങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആദ്യം എടുത്ത നിലപാട് പിന്നെ മാറ്റി പറഞ്ഞത്. ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട വിഷയം വന്നു, അത് പിന്നെ മാറ്റി പറഞ്ഞത്. പിന്നെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം വന്നു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു EP ഇതിലും കള്ളം പറയുന്നില്ല എന്നെങ്ങനെ? അല്ല, റിസോർട്ട് വിഷയത്തിൽ എന്താണ് ഇപ്പം പ്ലെയിനിലുണ്ടായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇന്നത്തെ മാർഗതടസ്സം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടല്ലോ ഇദ്ദേഹത്തിനെ വെറും കരിങ്കൊടി കാണിക്കാനാണോ അതോ ആക്രമിക്കാമെന്നോ എന്നറിയുന്നത്. ഈ ആദ്യഘട്ടത്തിൽ എടുക്കുന്ന ഒരു നിലപാട് ശക്തമായി പറയും എല്ലാ കാര്യങ്ങളും. അല്ല, എല്ലാ കാര്യങ്ങളും പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ CPMനെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ മനസ്സിലുള്ള സത്യമാണ് അദ്ദേഹത്തിന് പോലെ. ഞാൻ ഒരു കാര്യം പറ്റും, EPയെ പോലത്തെ പോലെ ഒരു CPMൻ്റെ ഒരു സമുന്നതനായ നേതാവ്. നോക്കൂ ജോയി, ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് EP. അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ടയും കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അദ്ദേഹം ഇന്നും CPMൻ്റെ പല പ്രാവശ്യം നമ്മളിപ്പം പാർട്ടി വേദനിപ്പിക്കുകയും വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എഴുതി വെച്ച ഇത് കൃത്യമായി പുറത്തു വരണമെന്ന് ആഗ്രഹം എന്ന് പോലും സമയത്ത് തന്നെ ജോയിക്കുന്നത്. CPM പോലത്തെ ഒരു കേഡർ പാർട്ടിക്ക് അത് എത്ര ഉന്നതനായാലും ഗൗരിയമ്മയ്ക്കെതിരെ നടപടിയെടുത്തില്ല, MP രാഘവനെതിരെ നടപടിയെടുത്തില്ല, അതായത് ഉന്നത നേതാക്കൾക്കെതിരെ നടപടി ബഹുമാനപ്പെട്ട VSന്റെ സഹിതം നടപടി എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്ക് നടപടിയെടുക്കും.
അത് സ്വാഭാവികം. അതൊന്നും എന്നും പറഞ്ഞിട്ട് പാർട്ടി വിട്ടു പോകും. ആ പാർട്ടി ഇങ്ങനെ ഉടനെ വിട്ടു പോകും. അദ്ദേഹം MLA ആയിരുന്നു, അദ്ദേഹം പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ യുവജന പ്രസ്ഥാനത്തിൽ കൂടിയാണ് വളർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ദിവസം മോളിൽ നിന്ന് പൊട്ടി വീഴുന്നിട്ടൊന്നുമല്ല EP വന്നിട്ടുള്ളത്. അല്ല, പിണറായി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് EP എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തോട് CPM നേതൃത്വം സ്വീകരിച്ച നിലപാടുകളും കാര്യങ്ങളും എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടാത്തുള്ള സൗഭാഗ്യങ്ങളൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, LDFൻ്റെ കൺവീനറായിരുന്നു, അദ്ദേഹം ഇപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പം ഇത് വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം വഹിക്കുന്നതിന് അത് പാർട്ടി കൊടുത്തതില്ലേ. എല്ലാവർക്കും സഹായത്താക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം 100% അത് കൂടാതെ ഞാൻ മാത്രമല്ല, പാർട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഓതറായ EP പറയുന്നതില്ലേ ഇതിൽ കൂടുതൽ എന്തോ ആണ് ഒന്ന് മനസ്സിലാക്കുക. ശരി, ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ, ഇവിടെ ഇപ്പോൾ ഗൂഢാലോചനയാണ് എന്നാണ് CPM നേതൃത്വത്തിലുള്ളവരും പറയുന്നത്, EP-യും പറയുന്നത്. LDF-ലെ ഇതുപോലുള്ള ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് എത്തുന്നവരും എല്ലാം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? ആര് ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ EP ജയരാജനെതിരെ പാർട്ടിയിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ പല കേസുകളും EP-യുടെ ഒന്ന് പിന്നെ ആദ്യമായിട്ട് EP ബന്ധു നിയമനം, അതിൽ EP എടുത്ത് കർശനമായിട്ട് രാജിവെച്ച് പോകാൻ പറഞ്ഞു അല്ലേ. അതൊരു വല്ലാത്ത നയമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ പിന്നെ തീരുമാനങ്ങൾ ഡിഫറെൻ്റാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ആർക്കൊക്കെയാണ് പൊളിറ്റിക്കൽ ലീഡറായ ശശിയുടെ ഉള്ള അപ്രോച്ച് ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ADGP-യോടുള്ള അപ്രോച്ച് ഡിഫറെൻ്റാണ് അല്ലേ. അവരുടെ അടുത്തൊക്കെ തീരുമാനമെടുക്കാൻ ടൈം എടുക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ജാവേക്കറിനെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അന്നുള്ള തീരുമാനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് കുറേ നാളുകളായി പാർട്ടിയിൽ ഒരു കൂട്ടം ആളുകൾ, ആരാണെന്ന് അറിയത്തില്ല, അവർ അദ്ദേഹത്തിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് അതിനകത്തുണ്ട്. അതിൽ വളരെ വേദനിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുകയാണ്. അപ്പോൾ അതിനകത്ത് പല ഇൻസിഡൻസും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾ പറയാൻ പറ്റത്തില്ല. പിന്നെ ആത്മകഥ എഴുതുന്ന ഒരു ബുക്ക് ഒരാൾ പെട്ടെന്ന് വെളിയിൽ വരുന്നെന്ന് പറയുന്ന അദ്ദേഹം അറിയത്തില്ലെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ആര് കൊണ്ടുവന്നെന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലം. ഇപ്പം നിങ്ങൾ കംപ്ലയിൻ്റ് എഴുതി കൊടുത്താലും പാർട്ടിയിൽ അകത്താണെങ്കിൽ അത് വെളിയിൽ വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ പാലക്കാട് ഇലക്ഷൻ കഴിയുന്നത് വരെ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ബുക്ക് വെളിയിൽ വരത്തില്ല. ഈ കൊച്ചു ജീവിക്കത്തില്ല, ഈ കൊച്ചു മരിച്ചു പോകും. അതാണ് എൻ്റെ തീരുമാനം, എൻ്റെ ഒരു റീഡിങ്. അതോടുകൂടി അതുപോലെ തന്നെ ബാക്കിയുള്ളത് എഴുതി ചേർത്തെന്ന് പറയുന്നത് ആത്മകഥ എഴുതുന്ന ഒരു വ്യക്തിയിൽ എങ്ങനെ എഴുതി ചേർക്കാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. അപ്പം അതുപോലെ തന്നെ ഈ സെറീന എന്ന് പറയുന്ന ആൾ, സെറീന എനിക്ക് നല്ല പേഴ്സണലായിട്ട് അറിയാം. സെറീനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു, അവൻ ജോലി കളഞ്ഞ് സേവനത്തിന് വന്ന്. എല്ലാവരും ജോലി കളഞ്ഞിട്ടാണ് സേവനത്തിന് വരുന്നത്. പക്ഷേ അത് വലിയൊരു കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ നല്ല പോസ്റ്റ് കൊടുത്തു, ആദ്യം തന്നെ ഇലക്ഷന് നിർത്തി. അപ്പം ജനസേവനമുള്ള ഒരു പയ്യനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവൻ ഒറ്റപ്പാലത്ത് നിന്ന് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്ത് 2.5 വർഷം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ വരും അവന് കിട്ടും. അതൊന്നും അല്ല ഇതിനകത്ത് പല. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, മറുകണ്ഠം വയ്യാവേലിയായി ആണ്. തീർച്ചയായിട്ടും EP പറഞ്ഞത് ശരിയാണ്. പക്ഷേ EPക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ, ഒന്ന് അദ്ദേഹം പറയും, വേറൊന്ന് മറിച്ച് പറയും. ഒരുപാട് സിറ്റുവേഷനിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ ഇത് വിവാദമായതിന് തൊട്ട് പിന്നാലെ EP DGP-ക്ക് പരാതി കൊടുത്തു. നേരത്തെ ശ്രീ സതീഷ് വസന്ത് പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കുന്നുള്ള ആ പരാതിയിൽ ഈ DC ബുക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അത്തരം പരാമർശങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ DC ബുക്സ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഈ ശൂന്യാകാശത്ത് നിന്ന് സൃഷ്ടിച്ചെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പുസ്തക വിവാദത്തിന് പിന്നിൽ എന്താണ് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ? അല്ല, രണ്ട് കാര്യം. ഒന്ന്, EP ഇങ്ങനെ ഒരു ആത്മകഥ അല്ലെ ജീവിതകഥ എന്തായാലും എഴുതുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതാൻ പറ്റുള്ളൂ.
പക്ഷേ അദ്ദേഹം തന്നെ ചിലപ്പോൾ എഴുതണമെന്നില്ല. നമുക്കറിയാം, നമുക്കൊക്കെ ജോലിക്കും അറിയാവുന്ന കാര്യമാണ്. പലരും പലരുടെ ആത്മകഥ എഴുതാൻ സഹായിക്കാറുണ്ട്. ചിലർ അവരോട് ചോദിച്ച് കേട്ടറിഞ്ഞിട്ട് പിന്നെ അവരെ വായിച്ച് കേൾപ്പിച്ചിട്ട് പ്രിൻറ്റിങ്ങിന് കൊടുക്കാറുണ്ട്. ചിലവർ വേറെ തേർഡ് പാർട്ടി എഴുതിയിട്ട് കൺസെൻറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത ദേശാഭിമാനിയിൽ മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ചുള്ള അനുസ്മരണം, മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു എന്നും പറഞ്ഞ് മോഹൻലാൽ എഴുതായിട്ട് വന്നു. അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകനായ ജോയിയോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയത് ആരാണെന്നോ അതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളതല്ല കാര്യം. ഇതിൻ്റെ അകത്ത് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ തന്നെയാണിത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് DC ബുക്സിന് പ്രിൻ്റ് ചെയ്യാൻ ഏൽപ്പിച്ചതും ആയിരിക്കാം. അതിൻ്റെ അകത്ത് ആരേൽപ്പിച്ചു, മധ്യസ്ഥനാണ് കൊടുത്തത്, EP തന്നെയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇപ്പം പ്രിൻ്ററും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരും തമ്മിലുള്ള കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ, സൈൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറേ പക്ഷേ ഇപ്പോൾ അങ്ങനെ കണ്ടീഷനൊന്നും ഫോളോ ചെയ്തൊന്നും അല്ല പബ്ലിഷേഴ്സ് ബുക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. വിശ്വാസ്യതയുടെ പേരിൽ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്, നമുക്കറിയാം. പക്ഷേ നിയമവും ചട്ടവും പറയുമ്പോൾ അതെല്ലാം പാലിക്കേണ്ടി വരും. 1-2 ക്ലോസ് ഉണ്ട്. ഒരു പബ്ലിഷറും ഒരു റൈറ്ററും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടോ, എഗ്രിമെൻ്റ് കാണത്തില്ലായിരിക്കും. പക്ഷേ ഇത് 100% DC ബുക്സ് പോലുള്ളൊരു പബ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെ വെറുതെ അവർക്ക് എന്താണ് ഇതിനുള്ള നേട്ടം? അവരിപ്പോൾ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അവർ BJPക്ക് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ പ്ലേ എന്നല്ലേ അതിൻ്റെ അർത്ഥം പറയേണ്ടത്. ഗൂഢാലോചന ഇപ്പോൾ CPM-നെ താറടിക്കാനാണെങ്കിൽ അവിടെ മത്സരിക്കുന്ന 2 പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ BJPയുടെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ, അവർക്ക് വേണ്ടി DC ബുക്സ് ഗൂഢാലോചന നടത്തിയെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അതൊരിക്കലും സംഭവ്യമല്ല. അതിന് അങ്ങനെ ഒരു പ്ലേ ചെയ്യേണ്ട ആവശ്യം DC ബുക്സ് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കേരളത്തിൽ ആവശ്യമില്ല. അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ അവർ പ്രസാധകരെന്ന നിലയിൽ ഇതുപോലുള്ള കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർക്കറിയാം. നമുക്കറിയാമല്ലോ, മീശ നോവലിൻ്റെ കാര്യം അറിയാം. ഏത് പണ്ട് കിങ്ങിണിക്കുട്ടൻ നമ്മുടെ രമേശൻ നായർ സാറിൻ്റെ നാടകം വന്നപ്പം K. മുരളീധരനെ കളിയാക്കുന്നതിന് കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ചൂടപ്പം പോലെ വിറ്റു. ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായ ഒരു ബുക്കായിരുന്നത്. അത് കോൺഗ്രസിൻ്റെ അന്ന് ഡിഫെയിം ചെയ്തത്, കരുണാകരനെയും മോനെയും കൂടെ കളിയാക്കിക്കൊണ്ടൊരു നാടകം. അങ്ങനെ അന്ന് രമേശൻ നായർ സാർ ആകാശവാണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അതിനാൽ രാജിവെച്ച് പോകേണ്ട അല്ലെങ്കിൽ വെളിയിൽ പോകേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പബ്ലിഷേഴ്സ് എന്ന നിലയിൽ എപ്പോഴെങ്ങനെയെന്നുള്ള രീതിയിൽ നല്ലപോലെ കളിക്കാൻ അറിയാവുന്ന ഒരു പ്രസാധകരാണ് DC ബുക്സ്. അപ്പോൾ ഇങ്ങനൊരു സാധനം കിട്ടി. അങ്ങനെ കിട്ടിയെങ്കിൽ അത് ചിലപ്പോൾ EP-യോ അല്ലെ EP പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ച ആൾക്കാരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള ധാരണയിലായിരിക്കും കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കമൻറ്റ് ഞാൻ എൻ്റെ PDF നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ വന്നത് അല്ലെ നമ്മുടെ കൂട്ടത്തിലൊക്കെ കിട്ടിയൊരു വായിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരിടത്ത് പറയുന്നുണ്ട്, ഇത് കഴിയുമ്പോഴത്തേന് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുമല്ലോ എന്നൊരു ഡയലോഗ് അടുത്ത് പറയുന്നുണ്ട് സരിനെ. അപ്പോൾ അത് കഴിയുമ്പോൾ മിക്കവാറും തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇത് വരുള്ളൂ. അപ്പോഴും മുൻകൂറായിട്ട് ഈ സരിനെ കുറ്റപ്പെടുത്തുകയാണ്. സരിനെ പോലുള്ള മറുകണ്ഠം ചാടുന്നവർ ശ്രദ്ധിക്കണം, സരിൻ തോറ്റുപോകുന്നുള്ള ഉറപ്പ് EP-ക്കുണ്ട്. നമുക്ക് അല്ലേ, ഇതിനു മുമ്പ് തന്നെ അത് എഴുതിയങ്ങ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും. എങ്കിലും ഇങ്ങനെ ഭിക്ഷാന്തേഹികളായിട്ട് വരുന്നവരെയൊക്കെ നമ്മളെല്ലാം മറുകണ്ഠം ചാടി വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. EMS കൊണ്ട് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് EP-ക്ക് 100% അറിയാം. ഈ പാലക്കാട് 3ാം സ്ഥാനത്തേക്ക് പോകുള്ളെന്ന് ഉറപ്പുണ്ട്. അപ്പം അത് DC ബുക്സിൻ്റെ മാർക്കറ്റിംഗ് ടീമിനോ, അപ്പം DC കിഴക്കമ്മൂരുടെ മോനൊന്നും ആര് ചെയ്യണമെന്നില്ല. അവർക്കറിയാം, അവർക്ക് ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യേണ്ടതെന്നറിയാം. അതുകൊണ്ട് അവർ ആ സമയം നോക്കി ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. ഇവിടെ ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല. ഓരോരുത്തരും അവരുടെ പ്ലേ ചെയ്തു. VP ജയരാജൻ സത്യസന്ധമായ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു. അത് പ്രസാധകരെന്ന നിലയിൽ ആ പുസ്തകം വിറ്റ് പോകണമെങ്കിൽ അത് സമയമുണ്ട്, അല്ല എപ്പോഴേലും ഇത് കെട്ടിവെക്കാനുള്ള വേണ്ടിയല്ലല്ലോ അവർ ചെയ്തത്. അവരുടെ പാരമ്പര്യം എങ്ങനെയാണ്? DC ബുക്സ് കേരളത്തിൽ ഏറ്റവും നല്ലപോലെ പുസ്തകം പ്രസാധകം ചെയ്യുന്നതും അത് മാർക്കറ്റ് ചെയ്യുന്നത് ഏറ്റവും മിടുക്കരാണ്. അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം. നമുക്കറിയാം, ഏതെല്ലാം വിവാദം ഉണ്ടായാലും അവരോട് അനുബന്ധിച്ച പുസ്തകങ്ങൾ വിറ്റ് നല്ല കാശുണ്ടാക്കിയ ടീമുകളാണ്. അവർക്കറിയാം ഏത് പുസ്തകം എപ്പം ലോഞ്ച് ചെയ്യുന്ന ടൈം. അതുകൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷേ ഇതിങ്ങനെ വരുമെന്നുള്ള കാര്യം അവർക്ക് അപ്പം ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാഡം പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ ഗൂഢാലോചന നടത്തി ആരും ഗൂഢാലോചന നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ സംഗതി വന്നത്. ഇതിന് മുമ്പും പല അനുഭവങ്ങളും നമുക്കുണ്ട്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുപോലെ അറിയാമല്ലോ, VS അച്യുതാനന്ദൻ രമ നമ്മുടെ കൂടിക്കാഴ്ച, അതാണല്ലോ, അതും ഇതുപോലെ ഇലക്ഷൻ മോർണിംഗിലാണ്. അത് പാർട്ടിക്ക് അപ്പോൾ അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ പാർട്ടി പ്രതിരോധത്തിലായി. VS-നെ പോലെ ഒരു തലമുതിർന്ന നേതാവ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മൂർധന്യാവസ്ഥയിൽ, കഴിഞ്ഞാൽ വോട്ടെടുപ്പിൻ്റെ അന്ന് രാവിലെ അവരുടെ ശത്രുപാളയത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന, അതുപോലെ പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു ലേഡിയെ പോയി അവരെ പോയി ആശ്ലേഷിക്കുക, അല്ല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ വീട്ടിൽ പോകാൻ നിന്നപ്പോഴത്തേനും അത്
അത് പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതാണ്. തീർച്ചയായും. അതുപോലെ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ ഇതുപോലെ ഇലക്ഷൻ്റെ വോട്ടിങ്ങിലേക്ക് ജനം പോകുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഇവിടെ EP ജയരാജൻ BJPയുടെ നേതാക്കന്മാരെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അതൊക്കെ അന്നൊക്കെ ബ്ലണ്ടായിട്ട് ഡിനൈ ചെയ്യാണ് ആദ്യം ചെയ്തത്. EP അന്ന് ഇതിനെയൊക്കെ ഡിനൈ ചെയ്തിട്ട് പിന്നീട് ഓരോ തെളിവുകളും പുറകെ വരുമ്പോഴാണ് പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യം വീട്ടിൽ വന്നു, മോൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെയാണ് ശുദ്ധനും സത്യസന്ധനുമാണെങ്കിൽ ഇത് ഫസ്റ്റ് ഫ്ലെയർ അപ്പ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്നു, ജാവദേക്കറെ കണ്ടിരുന്നു, എൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു പറയാൻ എന്താ അതായത് മറവിയുടെ പ്രശ്നമൊന്നുമല്ലോ. സതീഷ് വസന്ത്, ഇവിടെ ഇപ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് കൂടി പറയണ്ടേ? പെട്ടെന്ന് തന്നെ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസാധകരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അതിൽ പറയുന്നില്ല. അതൊരു ഒളിച്ചുകളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇതാരാണ്? കോൺഗ്രസും BJPയും ചേർന്ന് പിന്നെ EP കൊടുക്കാൻ വേണ്ടി ചെയ്ത ഗൂഢാലോചനയാണോ, അതോ CPM-നെ ഈ പ്രതിസന്ധിയിലാക്കാൻ ചെയ്ത ഗൂഢാലോചനയാണോ? CPM പ്രസിഡന്റ് ഒരിക്കലും EP പോലത്തെ ഒരു ഉന്നതനായ നേതാവൊന്നും അങ്ങനെ ആകില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ് കാരണം? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് എന്നെ കിട്ടിയ പണിയല്ലേ? അല്ല, അതങ്ങനെയല്ല. അത് ആരാണെന്ന് നമുക്ക് നോക്കണമല്ലോ. ഇപ്പം അത് ഏത് ഗുണം ഇപ്പം നമ്മളെ പാർട്ടിക്കകത്തായിരുന്നാലും വെളിയിൽ നിന്നാലും ആ സമയത്ത് ഒരു ഇത് ഇറക്കുക എന്ന് പറയുന്നത് മോശമായ രീതിയാണ്. ആ പാർട്ടിക്ക് നേരത്തെ ശ്രീമാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ഡാമേജാണിത്, ഒരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഇപ്പം വയനാടും ചേലക്കരയാണ് രണ്ടും കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ ചേലക്കരയെ സംബന്ധിച്ച് നമ്മുടെ സീറ്റാണ്, അത് ഒരിക്കലും നമ്മളെ കൈവിട്ട് പോവുകയില്ല. അതിനി ആര് പറഞ്ഞാലും അവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് 23-ാം തീയതിയുള്ള റിസൾട്ട് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുക്കും. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് ഇത് ആരാണ് ഈ ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു സംവിധാനം കൊണ്ടില്ല. ഞാൻ പറയുന്നത് ഇപ്പം ഓദർ ഞാനാണ് റൈറ്റർ. ആ റൈറ്റർ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട EP പറയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയും അതുപോലെ തന്നെ സമൂഹത്തെ എടുക്കണം. പക്ഷേ ആ സമയം ഞാനൊരു കാര്യം ചോദിക്കുക. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് വീണ്ടും EP കൊണ്ട് ഇറക്കി. അത് EP ഒരു പണി പാർട്ടിക്ക് കൊടുത്തു, തിരിച്ചൊരു പണി പാർട്ടി തിരിച്ചു കൊടുത്തതല്ലേ? അവിടെ നടന്നത് അനുമോദന യോഗമാണോ അതോ അനുശോചന യോഗമാണോ എന്ന് പോലും സംശയമുണ്ട്. ആ യോഗം കണ്ടാൽ തോന്നിയതാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ നിങ്ങൾ പറയണത്. അവിടെ അനുശോചന യോഗം എന്തിനാണ് കൂടേണ്ട ആവശ്യം? എന്തിനാണ് അവിടെ ആരെങ്കിലും മരണപ്പെട്ടോ? അത് ആ ചോദ്യം തന്നെ അപ്രസക്തമാണല്ലോ. താങ്കളത് ആ യോഗം സരിന് മഴയാണെന്നാണ് പറയുന്നത്. അന്നത്തെ മഴയാണെങ്കിലും സരിനോട് വരേണ്ടതാണ്. അപ്പോൾ എന്താ അവിടെ ശരിക്കും പറഞ്ഞാൽ CPM തിരിച്ച് EP കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കിയതും അത് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ അത്? കാരണം CPM-ന്റെ ഇപ്പോഴും നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പാർട്ടി പറയുകയാണ് ഇന്നടത്ത് പോയി പ്രസംഗിക്കണമെന്ന് പ്രസംഗിക്കണം, ഒരു സംശയമില്ല. പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ പോലും പങ്കെടുക്കാതെ മാറി ഇത് പറഞ്ഞപ്പോൾ EP പ്രധാനപ്പെട്ട പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറയുമ്പോൾ എന്നല്ല, EP-യെ സംബന്ധിച്ച് വളരെ ദേഹസ്വസ്ഥ്യമുണ്ട്. അത് അടുത്തറിയുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഈ ഒരു ഇതിലായിട്ട് നിൽക്കാനുണ്ട്. അദ്ദേഹത്തിന് വളരെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം എന്നാലും അദ്ദേഹം പോവേണ്ട സ്ഥലത്തെല്ലാം പോയി നിൽക്കില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു താങ്ങുന്നില്ല. ഞാൻ അതാണ് ജോയിരത്ത് പറഞ്ഞത്. അദ്ദേഹം എന്ന് പറയുന്നത് EP-യെ പോലത്തെ ആളുകൾ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളൊരു ഇതാണ്. ആ പാർട്ടിക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, പാർട്ടി അദ്ദേഹത്തിനും ആവശ്യമുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ജാവ്ദേക്കർ, ഇപ്പോൾ ശ്രീമാൻജി പറഞ്ഞ പോലെ ജാവ്ദേക്കർ കണ്ട് അദ്ദേഹം ശുദ്ധ മനസ്സോടുകൂടിയാണ് പത്രക്കാരത്ത് പറഞ്ഞത് ഞാൻ കണ്ടു എന്ന്. അത് ഇത്രയും വിവാദമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാര്യം രാഷ്ട്രീയ നേതാവ് കണ്ട കാര്യം EP പറഞ്ഞല്ല, അത് വലിയ വിവാദമായി, വലിയ അതിന് തെളിവുകൾ വന്നപ്പോൾ അദ്ദേഹം പിന്നെ മനസ്സിലാക്കാൻ സമ്മതിക്കായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പം രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. അത് ഇവിടെ നിരോധിത സംഘടനയിലെ നേതാക്കളെയൊന്നും അല്ലല്ലോ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഒരു നേതാവിനെയാണ് കണ്ടത്. അതിന് കുഴപ്പമൊന്നും അതൊക്കെ തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഇനിയിപ്പം കോൺഗ്രസിന്റെ വക്താവ് ഇരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ നമ്മളെ സൗഹൃദമായിട്ട് അതൊക്കെ ഓക്കെ. പക്ഷേ ഈ പാലക്കാട് വീണ്ടും EP-യെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് അതൊരു ഈ അവിടുത്തെ ജനങ്ങളൊക്കെ ചിലരെങ്കിലുമൊക്കെ പറയുന്നത് അതൊരു തമാശയായി പോയി എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല. പാർട്ടിയല്ലേ തന്നെ പാർട്ടി അദ്ദേഹത്തിനെ കൊണ്ട് അല്ല. ഇതിപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം വന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? EP പിണങ്ങി നിൽക്കുന്നു, പാർട്ടിയായിട്ട് അങ്ങനെയാണെങ്കിൽ K മുരളീധരൻ വന്നിട്ടുണ്ടോ? ഒന്നല്ലോ. എവിടെ? എപ്പോഴൊന്നും ഓരോ സമയങ്ങളും ഇത് ഈ സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ EP അവിടെ വരുമോ?
അത് ഇ പി അവിടെ വരുമോ? അതെ, ഞാൻ CPM-നെ സംബന്ധിച്ച് ഓരോ നേതാക്കളും എപ്പോൾ സംസാരിക്കണമെന്നുള്ള കൃത്യമായ ചാർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള അല്ല പാർട്ടിയാണ്. ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ ഇപ്പോൾ പോലെ പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞിട്ട് KM-നെ ഒക്കെ എത്ര ദിവസം കൊണ്ട് വിളിച്ചിട്ട് അവിടെ പോയത്. KM പോകില്ല എന്ന് പറഞ്ഞ് പാർട്ടി തന്നെ അത് പോയിട്ടുള്ളൂ. ഇല്ലാന്നൊന്നും നിങ്ങളൊന്നും പറയുന്നും വേണ്ട. അദ്ദേഹം പാലക്കാട് ഞാൻ അല്ല, അത് കൃത്യമായ മറുപടി വി ഡി സതീശൻ നൽകിയിട്ടുണ്ട്. കെ മുരളീധരൻ അവിടെ പങ്കെടുക്കുമെന്നുള്ള അദ്ദേഹം പറഞ്ഞു. അത് അവിടെ നടക്കുകയും ചെയ്തു. അതെല്ലാം കൃത്യമായി പാർട്ടി നിലപാടുകൾ തന്നെയാണ്. അല്ലല്ല ജോയ്, ഇതങ്ങനെ നമ്മൾ മൂടി വയ്ക്കുകയൊന്നും ചെയ്യല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ചിലവർക്ക് ചില അനിഷ്ടങ്ങളൊക്കെ കാണും. ആ സ്വാഭാവികമായി പാർട്ടിക്കകത്തൊക്കെ കാണും. അതൊന്നും പറഞ്ഞാൽ എടുത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് KM-നെ പോലത്തെ ആൾക്കാർ അവർ എപ്പോഴാണ് വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയാണ് KM ഒക്കെ വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിത് എത്ര മൂടി അപ്പോൾ ഈ ഗൂഢാലോചന എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം താങ്കൾക്കില്ല? അതങ്ങനെ അങ്ങനെയാണല്ലോ. ഇന്ന് സെക്രട്ടേറിയറ്റും അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വീണ്ടും ഈ വലിയ വിഷയം ഉണ്ടാകുമ്പോൾ CPM നേതൃത്വം ഇടപെടുന്നു, ആവശ്യപ്പെടുന്നു നിങ്ങൾ പാലക്കാട് പോകണം. ഇത് കാരണം വയ്യാവേലി എന്ന് പറഞ്ഞ ആളിനെ വയ്യാവേലി അല്ല എന്നൊരു സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അത് എത്രത്തോളം വിജയിക്കും അവിടെ പാലക്കാട്? എനിക്ക് തോന്നണില്ല അത് വിജയിക്കും. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കണം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെല്ലാം ആൾക്കാരെല്ലാം പണ്ടത്തെ പോലല്ല. ഇപ്പം എല്ലാ മീഡിയ ഉണ്ട്, എല്ലാ വീഡിയോ ഉണ്ട്, അവർക്ക് കാണാം, അറിയാം. അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നില്ല ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകണമെന്ന്. ഇതുകൊണ്ട് ഒന്നും നേടാൻ പോണില്ല. അതായത് ഇരുണ്ട് വെളുക്കുമ്പോൾ ഒരു കാര്യം നേരത്തെ പറയുന്നു, പിന്നെ അത് മാറ്റി പറയുന്നു. അത് പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി അത് തന്നെ മനസ്സിലാക്കുന്നു. ഇത്രയും വലിയൊരു ലീഡർ അതാണ് അതാണ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അത് ഇല്ല. ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം, ഈ ചർച്ച ഇപ്പോൾ CPM-ഉം ഇതിൽ മയപ്പെട്ട് നിൽക്കുകയാണ്. കാരണം EP പറഞ്ഞ് അതാണ് ശരി എന്ന നിലപാടിൽ CMV ഗോവിന്ദൻ അടക്കമുള്ളവർ നിലപാടെടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാര്യം പാർട്ടി കൃത്യമായി പരിശോധിക്കില്ലേ? ഒരു പക്ഷേ ഈ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൻ്റെ നടപടികളും മറ്റു കാര്യങ്ങളും മുൻകാല അനുഭവങ്ങൾ പോലെ ഇതും ആവർത്തിക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും. ശ്രീകുമാർ, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം ഈ EP-യുടെ ഒരു ഭാവി എന്തെന്നുള്ള കാര്യം ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തിയാൽ EP-ക്കെതിരെ എന്ത് നടപടി എടുക്കേണ്ടത്? കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ ഈ പുറത്ത് വന്നത് തന്നെ എഴുതിയെങ്കിൽ പോലും അതിനകത്ത് പാർട്ടി വിരുദ്ധമായിട്ട് എന്താ ഉള്ളത്? എന്താ EMS പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറുകണ്ഠം ചാടുന്നവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നത് അത് സത്യമല്ലേ? പാർട്ടിയുടെ നിലപാടാണ്. ഇതിൽ ഏതാണ് EP പാർട്ടി വിരുദ്ധ നിലപാടായിട്ട് ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്? പിണറായി സർക്കാർ ദുർബലമാണെന്ന് നേരിട്ട് പറയുമല്ല. അപ്പോൾ അത് സത്യമല്ലേ? അത് പാർട്ടി ഞാൻ പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. EMS-നെ പോലുള്ളവർ എടുത്ത ഒരു നിലപാട് അദ്ദേഹം കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് സരിൻ്റെ കാര്യത്തിലേക്ക് പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ മോശമാണ്, അതുകൊണ്ട് തിരുത്തൽ നടപടി വേണമെന്നും പറഞ്ഞിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ ഉടനെ തന്നെ അവരത് പബ്ലിക്കായിട്ട് പറയുകയും അതിനനുസരിച്ച് പല മെഷർമെൻ്റ് എടുത്തു. നമുക്കറിയാം ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർക്ക് വന്ന് പെൻഷനൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ഇത് ആര് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ പോലെ ബലമല്ല, ശക്തമല്ല എന്ന് പാർട്ടിയുടെ നിലപാടാണ്. അപ്പം നമ്മൾ വലിയ രീതിയിൽ ഒരു വാദമൊക്കെ നടത്തുകയാണെങ്കിൽ EP ജയരാജന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുമുണ്ട്. പാർട്ടി വിരുദ്ധമായിട്ട് അയാൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ പറ്റുമോ? എല്ലാം പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ജയരാജൻ ഇവിടെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ജയരാജനെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് വന്നപ്പം നമുക്കറിയാമല്ലോ, മാധ്യമങ്ങളപ്പോൾ അതിൻ്റെ അകത്ത് ആ കാര്യം മാത്രം എഴുതുമ്പോഴത്തേക്ക് സരിനെതിരെ ഒരു ഇതായിട്ട് വരും. മറ്റേ ഇവിടെ പറഞ്ഞതുപോലെ ഏതായാലും ഇടതുപക്ഷം വയനാടൊന്നും ജയിക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ സിറ്റിംഗ് സീറ്റ് ജയിക്കുമോ നോക്കി ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ 2 വീട്ടിൽ ജയിച്ചാലും ഒരുപോലെയാണല്ലോ. പക്ഷേ ഇവിടെ സരിൻ്റെ തോൽവിയായിരിക്കുമല്ലോ ഒരു നിർണായം. കാരണം അവിടെ തോറ്റ BJP ജയിക്കുമോ എന്നൊരു പേടി 2 കൂട്ടർക്കും ഉണ്ട്. അപ്പോൾ സരിൻ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ ഈ ബഹളം വെക്കുന്നത്. അല്ലാതെ EP എന്ത് ചെയ്യാനാ? EP പാർട്ടി വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ EMS-നെ പോലുള്ളവരെ VS-നെ പോലുള്ളവരെ അന്നേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടായിരുന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇതിലും കൂടുതൽ ചാൻസ് അങ്ങനെയാണെങ്കിൽ ഈ EP നുണ പറഞ്ഞ സമയം ജയരാജനുമായി നടപടിയൊന്നും എന്ത് നടപടി EP-ക്കെതിരെ എടുക്കണം? അല്ല, EP-ക്ക് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് വിഷയമല്ല. ഇവിടെ സുഹൃത്ത് പറയുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് പുസ്തകം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ മുൻകാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതറിയോ? EP പറഞ്ഞില്ലേ
അതുകൊണ്ട് പിന്നെ എന്തിനാ ഇനി EP അങ്ങനെ സത്യം പറയുന്ന ആളായിരുന്നു നമ്മൾ പറഞ്ഞേനെ, സമ്മതിച്ചേനെ. EP അങ്ങനെ സത്യം പറയുന്ന ആളല്ല എന്ന് പബ്ലിക്കിന് അറിയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ ശുദ്ധ അബദ്ധങ്ങളും നുണകളുമാണ്. തുടർച്ചയായി നുണ പറയുകയും പിന്നീട് അത് രക്ഷപ്പെടാൻ വേണ്ടി വേറെ നുണ പറയുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അയാൾ. ശുദ്ധനൊക്കെയാണ്, ശുദ്ധനായാലും നുണയനായ ശുദ്ധനാണ്, വളരെ നല്ലവനാണ്. പക്ഷേ നുണയെ പറയുള്ളൂ, വെറുതെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലാത്തതെല്ലാം നുണ പറയും, ചിലപ്പോൾ അബദ്ധം പറയും. നമുക്കറിയാമല്ലോ അബദ്ധങ്ങളുടെ കാര്യം. ഇവിടെ പിന്നെ അദ്ദേഹം ഇടത് സുഹൃത്ത് പറഞ്ഞ ഒരു വലിയ കാര്യം, ഇവിടെ ഗൗരിയമ്മ ഉണ്ടായിരുന്നു, MVR ഉണ്ടായിരുന്നു, VS ഉണ്ടായിരുന്നു. ഇവർക്കെതിരെയൊക്കെ പാർട്ടി നടപടിയെടുത്തിട്ട് ഇവരൊക്കെ പാർട്ടിയോടൊപ്പം നിന്ന്, അത് തെറ്റല്ലേ? ഗൗരിയമ്മ എവിടെയാണ് പാർട്ടിയോടൊപ്പം നിന്നത്? MVR എവിടെയാണ് പാർട്ടിയോടൊപ്പം നിന്നത്? അവരും ഈ EP-യെക്കായാലും ത്യാഗവും ഇത് സഹിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടിയവരാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പാർട്ടി നടപടി എടുത്താൽ അതിനോട് ഒട്ടി നിൽക്കുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലാതെ വരാം. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് അധികാരമോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനമോ അല്ല അവരൊരു പൊതുപ്രവർത്തനത്തിന്റെ കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടർന്നവർക്ക് അത് പറയാം. പക്ഷെ ഇന്ന് അതില്ലല്ലോ. അത് ഇന്ന് അല്ല, അങ്ങനെ ഇല്ലാന്ന് നമുക്ക് പറയാം. പവർ പൊളിറ്റിക്സ് ആണ് ഇപ്പം. അത് EP-യുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. കാരണം അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ സ്ഥാനം അവിടെ നിന്ന് മാറ്റിയപ്പോൾ പോലും അന്ന് പിണറായി പറഞ്ഞത് EP-ക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വാക്ക് പറഞ്ഞാണ് അത് ഒഴിവാക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ അദ്ദേഹം നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതെ, MV ഗോവിന്ദനെ മറികടന്ന് അദ്ദേഹത്തെ മറികടന്ന് MV ഗോവിന്ദൻ മുകളിലേക്ക് പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് എഴുതി തുടങ്ങിയതാണ്, എഴുതി ഓരോ ഭാഗങ്ങളായി കൊടുത്തു അതും ദേശാഭിമാനി ലേഖകൻ വഴിയാണ് അത് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പണി കോൺഗ്രസോ BJP-യോ കൊടുത്ത പണിയല്ല എന്ന് പറയുമ്പോൾ അത് ആര് പണി ചെയ്താലും അത് ഈ ഇന്നലെ തന്നെ അതൊരു പണിയായിട്ട് വന്നപ്പോഴത്തേക്ക് അതൊരു ഗൂഢാലോചന അത് പുറത്തോട്ട് വരണം. കാര്യം എന്ന് വെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വയനാട്ടിലും ചേലക്കരയിലും നിൽക്കുമ്പോഴത്തേക്ക് വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇപ്പം അത് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നഷ്ടമൊന്നുമില്ല. എന്നാലും പാർട്ടിക്കും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിന് അതൊരു ക്രൂഷ്യൽ ഇതാണ്. ആ ക്രൂഷ്യൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് പരിശോധിക്കണം. അത് ഇടതുപക്ഷത്തിന് വലിയ ഇതാണ്, CPM-ന് മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് എല്ലാം വലിയ കുഴപ്പമാണ്, ഡാമേജ് വരും. ശരിയാണ്, ആ തലത്തിൽ പൊക്കോട്ടെ, ജയരാജൻ പരാതി കൊടുക്കട്ടെ, ജയരാജൻ EP തന്നെ അത് പിന്നെ പരിശോധിക്കട്ടെ, നടപടിയെടുക്കട്ടെ. അല്ല, അദ്ദേഹത്തിന്റെ ഡാമേജ് ഉണ്ടായിരിക്കുന്ന ആർക്കാ? ഇടതുപക്ഷത്തിനാണ്. ആണ് ഞാൻ പറയുന്നത്. EP അല്ലേ ഇതിനെ വെളിയിൽ കൊണ്ടുവരിക. എങ്ങനെ EP പറയുന്നത് ഞാൻ അങ്ങനെ, ഒരു റൈറ്റർ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും പാർട്ടിയും പൊതുജനങ്ങളും ബോധ്യപ്പെടുത്തുന്നത് EP-യുടെ കടമയാണ്. അത് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ശരിയല്ലേ? എന്തായാലും നന്ദി ഡോക്ടർ ആരിഫ. ഒപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ശ്രീ P. ശ്രീകുമാർ. പവർ പോയിന്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ചത്തെ സമയം ചെയ്യും.